അയ്യപ്പ ശരണം. ശ്രീ ജോർജ്, അങ്ങയോട് ചോദിക്കുന്നത്, ഇവിടെ നേരത്തെ പ്രയാർ ഗോപാലകൃഷ്ണൻ സൂചിപ്പിക്കുകയാണ്, കേരളത്തിൻ്റെ വരുമാനത്തെ, നികുതി വരുമാനത്തെ കാര്യമായി ശബരിമല ബാധിച്ചിട്ടുണ്ട്. എത്രത്തോളം ശബരിമല പ്രശ്നങ്ങൾ കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ ബാധിച്ചു, നാളെ ബാധിക്കും? ഈ ശബരിമലയിലെ വരുമാനം ഖജനാവിൽ വരുമ്പോൾ സ്വാഭാവികമായി ഒരു ഫ്ലൂയിഡ് സ്റ്റേയിൽ പണം കിട്ടുകയില്ലേ. ആ വരുമാനം കുറഞ്ഞു എന്ന് പറയുമ്പോൾ അതിൻ്റേതായ നഷ്ടം ഉണ്ടായിട്ടുണ്ട് സർക്കാരിന്. പക്ഷെ വേറൊരു കാര്യം, ഇത് അയ്യപ്പ ഭക്തന്മാരെ തല്ലിച്ചതയ്ക്കുകയും ചെയ്യും. അവിടുത്തെ പണം വേണമെന്ന് പറഞ്ഞാൽ ന്യായം തന്നെ, അത് പറ്റില്ല. അതുകൊണ്ട് അയ്യപ്പ ഭക്തന്മാർ, ഞാൻ പറഞ്ഞു വീണ്ടും ശക്തമായിട്ട് ഞാൻ പറയുകയാണ്, ഒരു അയ്യപ്പ ഭക്തനും ശബരിമല പോയി നേർച്ച ഇടരുതെന്ന് എൻ്റെ അഭിപ്രായം. വീണ്ടും ഞാൻ ഉറച്ച നിലപാടില്ല. അത് എൻ്റെ ആവശ്യമില്ലെന്ന്. അവിടെ പോയി അയ്യപ്പ ഭഗവാന് അനുകൂലമായിട്ട് ഒരു കത്ത് എഴുതിയിടാം. നേർച്ചയ്ക്ക് പകരം സ്വാമി ശരണം എന്ന് എഴുതിയും കിട്ടേക്കണം. പ്രശ്നം തീർന്നല്ലോ. ഒരു പഴവും കൂടെ വെച്ചേക്കണം. നെയ്ത്തേങ്ങ അടിച്ചാലും കുഴപ്പം, അതും കാശ് പിടിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് അതെന്ത് പാട്ട് അത്രയെങ്കിലും വരട്ടെ. അതൊരു ആചാരമാണ്, ആചാരത്തിൻ്റെ ഭാഗമായതുകൊണ്ട് അത് പറ്റിയല്ല, അത് വേണ്ട. അതുകൊണ്ട് ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ? ഞാൻ എരുമയിൽ എല്ലാ കൊല്ലവും ഞാൻ സ്ഥിരമായിട്ട് അവിടെ നിൽക്കുക. 11-ാം തീയതി 10-11 തീയതികളിൽ അവിടെ നിൽക്കുക. അതായത് കോടിക്കണക്കാണ് അയ്യപ്പ ഭക്തന്മാർ വരുന്നവർ മുഴുവൻ അവിടെ ക്ഷേത്രത്തിൽ കയറുക. ക്ഷേത്രത്തിൽ നേരെ ഇരുമുടിക്കെട്ടുമായിട്ട് നേരെ പള്ളിയിലേക്ക് ഈ നമ്മുടെ വാവൂര് സ്വാമിയുടെ പള്ളി വരിക. പള്ളിയിൽ നേരെ നടന്ന് ചുറ്റും നടക്കുക. എന്നിട്ട് അവിടെ നെയ്ത്തേങ്ങ അടക്കുകയാണ്. എന്നിട്ട് അവിടെ വന്ന് നേർച്ച ഇട്ടിട്ട് അവർ നമ്മൾ അങ്ങനെ നേരെ പുറകോട്ട് ഇറങ്ങുകയാണ്. എന്നിട്ടാണ് പേട്ട കെട്ടി ശബരിമല അയ്യപ്പ സന്നിധിയിലേക്ക് പോകുന്നത്. ലോകത്തെവിടെ കാണാൻ കഴിയും? മനസ്സിലായില്ലേ? അങ്ങനെയുള്ള പരിശുദ്ധമായ ഒരു ആചാരം നിലനിൽക്കുമ്പോൾ ആ ക്ഷേത്രത്തെ ചെറുതാക്കി കാണാൻ ആര് ശ്രമിച്ചാലും നടക്കില്ല. അതിന് എന്ത് വില കൊടുത്തു എതിർത്തേ മതിയാവും. അവിടെ ശബരിമലയായി ബന്ധപ്പെട്ടുകൊണ്ട് അയ്യപ്പ ഭക്തന്മാർക്ക് ഒരു തടസ്സം ഉണ്ടാകാതിരിക്കാൻ ഞാനിപ്പം സ്ഥിരമായിട്ട് അവിടെ ഉണ്ടാവും. 50 ലക്ഷം രൂപ എൻ്റെ MLA ഫണ്ട് എടുത്തു കൊടുത്തു ക്യാമറ പിടിപ്പിക്കാൻ. DGPയും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും കൂടി ഗവൺമെൻറ് തയ്യാറായി. അത് ദേവസ്വം ബോർഡും സഹായിച്ചു. 2 കോടി രൂപ കൊടുത്ത് എരുമേലി പ്രദേശത്ത് മുഴുവൻ ഒരു കൺട്രോൾ റൂം ഉണ്ടാക്കിയ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഭയങ്കര സ്ക്രീനിൽ 8 ഉപയോഗിച്ച് വെച്ചിരിക്കുക. അതിലെ പോകുന്ന വണ്ടിയുടെ നമ്പർ പോലും സൂം ചെയ്തെടുക്കാം. ഒരു കൊള്ളയും നടക്കില്ല, ഒരു മോഷണവും നടക്കില്ല. അത്രയും പരിപാവനമായി അയ്യപ്പ ദർശനം വളരെ മാന്യമായി ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ഈ വേണ്ടാത്ത പരിപാടി ഞാൻ ഈ പറഞ്ഞ പോലെ അവിശ്വാസികളെ ചുവന്നുകയറ്റമൊന്നും ഇല്ലാതെ മര്യാദയ്ക്ക് അങ്ങ് വിട്ടാൽ മതി. അങ്ങ് ഇന്ത്യൻ എക്കണോമിക് സർവീസിൽ നിന്നാണ് പോലീസ് സർവീസിലേക്ക് വരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സാമ്പത്തിക വിഷയങ്ങളെക്കുറിച്ച് അങ്ങേക്ക് ഒരു പ്രത്യേകമായ അവഗാഹമുണ്ടാവും, താല്പര്യമുണ്ടാവും. കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ സാരമായി ബാധിക്കുന്ന ഒന്നാണ് ശബരിമലയിലേക്കുള്ള പിൽഗ്രിം ടൂറിസം എന്ന് പറഞ്ഞ് ഡോക്ടർ IS ഗുലാത്തി അദ്ദേഹത്തിൻ്റെ ഒരു സമഗ്രമായ പ്രബന്ധം തന്നെ തയ്യാറാക്കിയിരുന്നു. ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ വാസ്തവത്തിൽ സംസ്ഥാനത്തിൻ്റെ ഖജനാവിൻ്റെ കടയ്ക്ക് കത്തിവയ്ക്കുന്ന ഒരു നീക്കമല്ലേ ശ്രീ പിണറായി വിജയൻ ശബരിമലയിൽ ഏർപ്പെടുത്തുന്ന ഈ ആചാര ലംഘനം വഴി നടപ്പിലാക്കുന്നത്? അവർ വിചാരിക്കുന്നത് ഈ ഇത്ര കോടി ജനങ്ങൾ, അതിൻ്റെ കൂടെ ഇത്ര അധികം യുവതികൾ കൂടി വരുമ്പോൾ അത് എണ്ണം കൂടുന്നതാണ് അവർ വിചാരിക്കുന്നത്. അത് അവരുടെ ഒരു കോൺസെപ്റ്റ് അങ്ങനെയാണ്. മാത്രമല്ല, ഇതെല്ലാം പ്രൈവറ്റൈസ് ചെയ്ത് ഈ പറയുന്ന കാര്യങ്ങൾ ആചാരമോ വിശ്വാസമോ ഒന്നുമല്ല പ്രശ്നം. അവിടെ പ്രശ്നം അവരുടെ എക്കണോമിക്സാണ്. ഇപ്പം നമ്മുടെ ധനകാര്യമന്ത്രി ഈ തവണത്തെ ബജറ്റ് അവതരിപ്പിച്ചതിൽ ഇവരെല്ലാം നിയമസഭയിലുള്ളത് ഞാൻ കണ്ട ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യം, സെൻട്രൽ സബ്ജക്റ്റാണ് റെയിൽവേസ്. അപ്പോൾ കേരളത്തിൻ്റെ ഈ അറ്റം മുതൽ ആ അറ്റം വരെ റെയിൽവേ 2020 തുടങ്ങും. ഇത്ര 50,000 കോടി. അപ്പോൾ വാസ്തവത്തിൽ ഒരു റെയിലിൻ്റെ കഷ്ണം എടുത്ത് വയ്ക്കണമെങ്കിൽ ഇറ്റ്സ് എ സെൻട്രൽ സബ്ജക്റ്റ്. സ്റ്റേറ്റിന് യാതൊരു അധികാരമില്ല സാധനം. അതിൽ കേരള ബജറ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് സ്ഥിതി? അപ്പോൾ എന്തറിഞ്ഞിട്ടാണ്? ഫസ്റ്റ് ഓഫ് ഓൾ സെൻട്രൽ ലിസ്റ്റുള്ള ഒരു കാര്യത്തിൽ കേരളത്തിന് നിയമനിർമ്മാണം നടത്തണമെങ്കിൽ ബജറ്റിൽ പറയുകയാണ് ഞങ്ങൾ ചെയ്യും. ഒരു മെട്രോ റെയിൽ ഉണ്ടാക്കണമെങ്കിൽ ആക്ച്വലി വിത്ത് സെൻട്രൽ ഗവൺമെൻറ് പെർമിഷൻ, ബിക്കോസ് ദാറ്റ് സബ്ജക്റ്റ് ഈസ് സെൻട്രൽ സബ്ജക്റ്റ്. ഞാൻ ആരും ഇതിനെ എതിർക്കുന്ന കണ്ടില്ല. എനിക്ക് അത്ഭുതം തോന്നി. കാരണം ശരിക്കും പറഞ്ഞാൽ പരമ അബദ്ധമാണ് സെൻട്രൽ ലിസ്റ്റിൽ കയറി സംസ്ഥാനം ബജറ്റിൽ പ്രഖ്യാപിക്കുന്നത്. അതൊക്കെ ചെയ്യുന്ന ആൾക്കാർ എന്തുകൊണ്ട് ഇപ്പോൾ ഈ 24,000 കോടി രൂപയുടെ കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു.
ഇത് വരുന്നത് പലപ്പോഴും എന്താണ്, ഈ ഇത്രയും കോടി ആൾക്കാർ കേരളത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന സെയിൽസിൽ നിന്ന് കിട്ടുന്ന ടാക്സസ്, ഈ വണ്ടികളിൽ നിന്ന് വരുന്ന ടാക്സസ്, എൻട്രി ടാക്സസ്, ഇതൊക്കെ അപ്പോൾ ഇതേപോലെ എല്ലാ കാര്യങ്ങളിലും ബാധിക്കുന്നു. അങ്ങനെയാണ് ഈ റവന്യൂ കൂടുതലായിട്ടുണ്ടാകുന്നത്. ഇപ്പോൾ എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയ കാര്യം, ഞാൻ KSRTC CMD ആയിരുന്നു 4 വർഷം, 46 മാസം. ഈ 46 മാസവും ശമ്പളം കൊടുത്തിരുന്നത് നമ്മുടെ വരുമാനത്തിൽ നിന്ന് തന്നെയാണ്. നമുക്ക് എല്ലാ വർഷവും ശബരിമല അടങ്ങി ശബരിമല തീരുന്നവരെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള 2 മാസമായിരിക്കും. അപ്പോൾ ഈ തവണ മാധ്യമങ്ങളൊക്കെ കൊട്ടിഘോഷിക്കുന്നതുകൊണ്ട് കഴിഞ്ഞ 25 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ട് സ്വന്തം വരുമാനത്തിൽ നിന്ന് ശമ്പളം കൊടുത്തു. ഞാൻ ആക്ച്വലി അത്ഭുതപ്പെടുക. കാരണം ഞാൻ 46 മാസം ശമ്പളവും പെൻഷനും ഒക്കെ കൊടുത്തത് സ്വന്തം വരുമാനത്തിൽ നിന്ന്. അന്ന് ആകെ ഗ്യാപ്പ് ഉണ്ടായിരുന്ന 2-3 കോടി മുതൽ ഞാൻ തിരിച്ചു അവിടെ നിന്ന് മാറുമ്പോൾ 10 കോടി രൂപയുടെ ഗ്യാപ്പുണ്ട് ടോട്ടൽ ഒരു മാസം ഉണ്ടായിരുന്നത്. ഇപ്പം 140 കോടി രൂപയുടെ ഗ്യാപ്പാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത് ശമ്പളം ആദ്യമായിട്ട് 25 വർഷത്തിനിടയിൽ ഇതൊക്കെ എടുത്ത് ആഘോഷിക്കാൻ പത്രക്കാരുണ്ട്, മാധ്യമങ്ങളുണ്ട്. അതായത് KSRTC ജീവനക്കാരൻ്റെ സ്ഥിതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ 2-3 വർഷം മുന്നേ ഒരു കണക്കെടുക്കേണ്ട വന്നു. അത് KSEBയിൽ 26-27 വർഷം സർവീസുള്ള ഒരു ഡ്രൈവർക്ക് എത്ര ശമ്പളം? ഞാൻ എടുത്തപ്പോൾ 92,000 റുപ്പീസ്, 3 വർഷം മുമ്പാണ്. ആ സമയത്ത് KSRTCയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് 26,000 രൂപയാണ് ശമ്പളം. നിങ്ങളൊന്ന് ആ KSEBയിൽ വർക്ക് ചെയ്യുന്ന ഡ്രൈവർക്ക് എന്ത് റിസ്ക്കാണ് ഉള്ളത്? എത്ര ഓട്ടം ഉണ്ട് ഒരു കാർ ഓടിക്കുന്നത്? ആ സമയം ഈ ഡ്രൈവർ എത്ര റിസ്ക് എടുത്താണ് ഓരോ കിലോമീറ്ററും എന്നും ഓടിക്കുന്നത്? മനസ്സിലായോ? ആൾക്ക് കിട്ടുന്ന 26,000 രൂപ. 80% ഓഫ് ദ പ്രോബ്ലംസ് ആർ നോട്ട് ക്രിയേറ്റഡ് ബൈ ലേബർ ഇൻ KSRTC, ക്രിയേറ്റഡ് ബൈ ഗവൺമെൻറ് ആൻഡ് മാനേജ്മെൻറ്റ്. അതാണ് ഉണ്ടായിട്ടുള്ളത് ഇതേവരെ കൃത്യമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇതേപോലെ തന്നെയാണ് ദേവസ്വം ബോർഡ്. ആക്ച്വലി ദിറ്റ് ഈസ് മിസ്മാനേജ്ഡ്. എന്ത് പറ്റുന്നു? എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയിട്ടുള്ളത്, നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുകയെങ്കിൽ ദൈവത്തിൻ്റെ ഒരു സാധനം പോലും മോഷ്ടിക്കാനായിട്ട് ഏത് വിശ്വാസിയായാലും സാധിക്കില്ല. വിശ്വാസിയാണെങ്കിൽ മോഷ്ടിക്കത്തില്ല, അവിശ്വാസിയാണെങ്കിൽ. പക്ഷേ ശബരിമലയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിൽ നമ്മളെപ്പോഴും കാണാം അവിടെ ഉദ്യോഗത്തിലിരിക്കുന്നവർ, മറ്റ് അനൗദ്യോഗികമായിട്ട് അധികാരത്തിൽ വരുന്നവർ, ഇവരെല്ലാം അവിടെ വരുന്നത് ഏതോ ചക്രക്കുടത്തിൽ കയറ്റി നക്കാൻ വരുന്ന പോലെയാണ്. അതെങ്ങനെ സാധിക്കും? നമ്മൾ അയ്യപ്പനിലോ മറ്റേതെങ്കിലും ഒരു ദൈവത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ മോഷ്ടിക്കാൻ ആയിട്ടുള്ള മനസ്സുണ്ടാകുന്നത്? അയ്യപ്പ ശരണം. യുവതീ പ്രവേശനം വഴി ശബരിമലയ്ക്കുള്ള തീർത്ഥാടക പ്രവാഹം വർദ്ധിക്കുമെന്നും അങ്ങനെ വരുമാനം വർദ്ധിക്കുമെന്നും എന്നുള്ള ഒരു സാമ്പത്തിക ശാസ്ത്രം സർക്കാരിന് ഉണ്ടാവാം എന്ന് അദ്ദേഹം പറഞ്ഞു. അതുമായിട്ട് ചേർത്ത് വായിക്കാവുന്നതാണ് ഈ പറയുന്ന ചെറുവള്ളി എസ്റ്റേറ്റിൽ ഒരു വിമാനത്താവളം നിർമ്മിക്കുക എന്നുള്ളത്. ഈ വിമാനത്താവളം ഇക്കണോമിക്കലി ഫീസിബിൾ ആകണമെങ്കിൽ, വയബിൾ ആകണമെങ്കിൽ ശബരിമലയിൽ 365 ദിവസവും നട തുറന്നു വെക്കേണ്ടതും ആബാലവൃദ്ധം ജനങ്ങളെയും സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ അവിടെ പ്രവേശനം അനുവദിക്കുകയും വേണം എന്നുള്ളത് ഒരു ഇക്കണോമിക് അജണ്ട അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ അജണ്ടയുടെ ഭാഗമാണ്. ഇതിനെ എങ്ങനെ വിലയിരുത്തുമോ? നേരത്തെ പറഞ്ഞല്ലോ, കവനൻ്റ് അധികാരാവകാശങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നിയമനിർമ്മാണത്തിലുണ്ട്. അത് സുരക്ഷിതമായി സംരക്ഷിച്ചു പോവുക തന്നെ വേണം. ഞാൻ ചെറുവള്ളി എസ്റ്റേറ്റിനെ പറ്റി പറഞ്ഞത്, ആ ചെറുവള്ളി എസ്റ്റേറ്റ് എന്നെ സംബന്ധിച്ച് ആ എസ്റ്റേറ്റ് ഭൂമിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭൂമിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിവേദനം കൊടുക്കുകയും ആ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജമാണിക്യത്തെ കമ്മീഷനാക്കുകയും രാജമാണിക്യം ആ കമ്മീഷൻ റിപ്പോർട്ടിൽ 100 ഏക്കർ ദേവസ്വം ബോർഡിൻ്റെയാണെന്ന് പറയുകയും ചെയ്തു. അദ്ദേഹത്തെ സ്ഥലം മാറ്റുകയും ചെയ്തു. എരുമേലിയിലുള്ള വിമാനത്താവളം എന്ന് പറയുന്ന ഈ വിമാനത്താവളത്തിനെതിരല്ല. പറയട്ടെ ഒന്ന് പറയാനിരിക്കൂ. നിങ്ങൾ തെറ്റിദ്ധാരണ പരിത്തരുത്. ഇത് കാണുന്നവരെങ്കിലും സത്യം അറിയണ്ടേ. ഈ വിമാനത്താവളം എന്ന് പറയുന്ന ആശയം ഈ പിണറായി വിജയൻ്റെതല്ല. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തന്നെ ഞങ്ങൾ ആരംഭിച്ച, അന്ന് ശബരിമലയായിട്ട് ബന്ധമില്ല. ശബരിമലയായിട്ട് ബന്ധം എനിക്കാണ്. ഞാൻ ഈ വിമാനത്താവളം എന്ന ലക്ഷ്യം വെക്കാൻ കാര്യം കേട്ടോളൂ. ശബരിമലയിലേക്ക് വരുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവരുണ്ട്. എനിക്കൊരു ഓഫീസുണ്ട് ശബരിമല സീസൺ എപ്പോഴും എരുമേലി. ഇപ്പോൾ ഈ കഴിഞ്ഞ 2 കൊല്ലം ഇല്ല, ഒരാവശ്യമില്ല. ഇപ്പോൾ അതുകൊണ്ടാണ് അവിടെ വരുന്ന ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ ഇന്ത്യയുടെ പുറത്തുനിന്നാണ്. അവരെല്ലാം ചെന്ന് എൻ്റെ അവിടെ എഴുതി കൊടുക്കുന്നത്, ഞാൻ വേണ്ടി കളസ് കാണിക്കാം. അവരുടെ ആവശ്യം വിമാനത്താവളമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു വിമാനത്താവളം വേണമെന്ന് പറഞ്ഞ് ഞാൻ പുറകെ ഇറങ്ങിയത്. അപ്പോൾ ഉമ്മൻചാണ്ടി ആ ഗവൺമെൻറ് അതിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട
അത് കഴിഞ്ഞ് വന്ന് പിണറായി വിജയനാണ്. പിണറായി വിജയൻ വളരെ സ്പീഡിൽ പോയി. എനിക്ക് അദ്ദേഹത്തിന് ബഹുമാനം ആ കാര്യത്തിലുണ്ട്. പോയി എന്ന് മാത്രമല്ല, ആദ്യം ഒരു കമ്മിറ്റി വെച്ചു. അത് ഇവർക്ക് അവിടുത്തെ KSIDC ഏൽപ്പിച്ചു. അവർ 6 സ്ഥലം പരിശോധിച്ചതിന് ശേഷം ആ 6 സ്ഥലം 3 സ്ഥലം പ്രപ്പോസ് ചെയ്തു. ആ 3 സ്ഥലം പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞപ്പം അതിൽ ഏതാണ് ഏറ്റവും ഫീസിബിൾ എന്ന് നോക്കാൻ പറഞ്ഞ് നമ്മുടെ ലൂയിസ് ബർഗ് ആൻഡ് കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനിക്ക് ഏൽപ്പിച്ചു. അവരെ ഏൽപ്പിച്ച എന്താ 4,63,00,000 രൂപ ഖജനാവിൽ നിന്ന് കൊടുത്തു. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഫീസിബിലിറ്റി നോക്കുകയും ഏറ്റവും ബെസ്റ്റ് സ്ഥലം കണ്ടുപിടിക്കുകയും അതോടൊപ്പം അതിൻ്റെ ലൈസൻസ് ഉൾപ്പെടെ എല്ലാം നേടുകയും ചെയ്യുക എന്ന് പറഞ്ഞാണ് കൊടുത്തത്. അവരിപ്പോൾ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അവരാണ് അവസാനമായിട്ട് സെലക്ട് ചെയ്തത് ഈ ചെറുവള്ളി എസ്റ്റേറ്റ്. ചെറുവള്ളി എസ്റ്റേറ്റിൽ ഞാൻ ഇപ്പം ആകെ ഒരു തർക്കമുള്ളതല്ല, ചെറുവള്ളി എസ്റ്റേറ്റിന് പണം കൊടുക്കുന്നു ആര് പറഞ്ഞു? അവിടെ ചെറുവള്ളി എസ്റ്റേറ്റ് ലീസ് പീരീഡ് കഴിഞ്ഞ സ്ഥലമാണ്. അത് എന്നെ നമ്മുടെ യോഹന്നാൻ മെത്രാൻ വാങ്ങിയ സ്ഥലമാണ്. അദ്ദേഹം ആ സ്ഥലം വാങ്ങിയത് കൊണ്ട് അദ്ദേഹം കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചു. അദ്ദേഹം വിമാനത്താവളത്തിന് വേണ്ടി 2,300 ഏക്കറുണ്ട്. ആളെന്നാലൊരു 3,000 ഏക്കറുണ്ടെന്ന് എൻ്റെ കണക്ക്. അതിന് അപ്പോൾ 600 ഏക്കർ എടുക്കാനാണ് തീരുമാനിച്ചത്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 1000 ഏക്കറെങ്കിലും അവിടെ എടുക്കണം. 1000 ഏക്കർ എടുക്കണം. അതിനകത്ത് വില കൊടുക്കണം എന്നുള്ളത് സുപ്രീം കോടതി ഹൈക്കോടതി പറയട്ടെ. അങ്ങേരുടെ അദ്ദേഹത്തിൻ്റെ അതായത് തിരുമേനിയുടെ വസ്തുവാണെങ്കിൽ കാശ് കൊടുക്കാൻ ഇല്ലെങ്കിൽ വസ്തുവിന് വില കൊടുക്കണ്ടല്ലോ. തിരുമേനിക്ക് ആ വസ്തു ഇത് വിമാനത്താവളത്തിന് വിട്ടു തരുന്നതിന് ഒരു മടിയില്ല. ആ വിമാനത്താവളം വന്നാൽ ഉടനെ ടൂറിസം വർദ്ധിക്കും. ആ വിമാനത്താവളത്തിന് പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഇടുക്കി, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ഈ 4 ജില്ലയിലാണ് അമേരിക്ക, ഇംഗ്ലണ്ട് ഉൾപ്പെടെ യൂറോപ്യൻ കൺട്രീസിലുള്ള നമ്മളുടെ ആളുകളിൽ 80% താമസിക്കുന്നു. അതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. അവരൊക്കെ ഇപ്പോൾ ഒരു വർഷത്തിൽ വന്നാലായി എന്നുള്ളൂ, വരാറില്ല. അമേരിക്ക, ഇംഗ്ലണ്ടിൽ നിന്നുള്ള പിള്ളേരെ പോലും അതറിയാലോ. അറേബ്യൻ നാടുകളാണെങ്കിൽ മാസത്തിലൊന്ന് വരിക. ഈ രാജ്യത്തു നിന്നുള്ള ആൾ വരുന്നില്ല, കാരണം അവരുടെ വിമാന യാത്രാ സൗകര്യത്തിൻ്റെ പ്രശ്നമാണ്. ഈ വിമാനത്താവളം വന്നാൽ ശബരിമല ഉൾപ്പെടെയല്ല, അതിനേക്കാൾ കൂടുതലായി വരുമാനം എയർപോർട്ടിനുണ്ടാകാൻ പോകുന്നത് ഈ വിദേശ മലയാളികളിൽ നിന്ന്. പറഞ്ഞു. ചെറുവള്ളി എസ്റ്റേറ്റ് മാത്രമല്ല, കേരളത്തിൽ ഏകദേശം 8 ലക്ഷം ഏക്കർ സ്ഥലം ഇതുപോലെ വ്യാജമായ രേഖകളിൽ കൂടെ പല എസ്റ്റേറ്റ് ഉടമകളും കൈവശം വെച്ചു. ഞാൻ DGP ആയിരുന്ന സമയത്ത് 39 കേസ് രജിസ്റ്റർ ചെയ്തു ഈ ലാൻഡ് കൺസർവൻസി ആക്ട് അനുസരിച്ച്. കാരണം ആ കേസുകൾ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അതിൽ ടാറ്റക്കാർ നേരെ ഹൈക്കോടതി പോയി. ഹൈക്കോടതി പറഞ്ഞു ടാറ്റയോട് നിങ്ങൾ ഒറിജിനൽ റെക്കോർഡ്സ് ഹാജരാക്കുക. ഈ 1976 കണ്ണൻദേവൻ എസ്റ്റേറ്റ്സ് ടാറ്റയ്ക്ക് കൊടുക്കുന്നത് ക്യൂവിൻ്റെ ഓതറൈസേഷനോടുകൂടിയാണ്. 1947 ഇന്ത്യ ഉണ്ടായതിനു ശേഷം എങ്ങനെയാണ് ഇന്ത്യയിലെ ലാൻഡ് വിൽക്കാൻ ക്യൂൻ ഓർഡർ കൊടുക്കുന്നത്, സംഭവം കൊടുക്കുന്നത്? അപ്പം ഇതുപോലെയാണ് ഈ കംപ്ലീറ്റ് എസ്റ്റേറ്റ്സ്. കേരളത്തിലെ എല്ലാ ഭൂരഹിതർക്കും ആവശ്യത്തിലധികം ഭൂമി കൊടുക്കാനുള്ള ഭൂമി അത് ശരിക്കും ഇപ്പോൾ SC STക്കൊക്കെ കംപ്ലീറ്റ്, ബാക്കി ഭൂരഹിതർക്കും സുഖമായിട്ട് ജീവിക്കാൻ ഉള്ള ഭൂമി കൊടുക്കാനായിട്ട് 8,40,000 ഏക്കറുണ്ട്. അതിൻ്റെ കേസ് എടുത്തിട്ടുണ്ട്. കേസൊന്നും ചെയ്യുന്നില്ല, ഇപ്പോഴൊന്നും ചെയ്യുന്നില്ല, പക്ഷേ കേസ് ഇല്ലാതാക്കാൻ പറ്റില്ല. അതിൽ ആണ് ആക്ച്വലി പിന്നീട് പോകുമ്പോൾ, അന്ന് സിവിൽ കേസിന് പോകണമെന്ന് പറഞ്ഞല്ലോ, ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഓഫ് ഡോക്യുമെൻറ്റ്സ് വരുന്നത്. ഇപ്പോൾ ഈ പറയുന്ന സ്ഥലങ്ങളിൽ തന്നെ ക്വസ്റ്റ്യൻ ഓഫ് ഡോക്യുമെൻറ്റ്സ് വരുമ്പോൾ നമുക്ക് കാണാം 1935 ബ്രിട്ടീഷുകാരൻ്റെ ഇരിക്കുന്നു. അത് കഴിഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ ഇന്ത്യക്കാരൻ്റെ കയ്യിലാവുന്നു. പക്ഷേ 1947 നമ്മുടെ ഭരണഘടന അനുസരിച്ച് അത് ഇന്ത്യൻ യൂണിയനിലോ അതല്ലെങ്കിൽ അന്നത്തെ സ്റ്റേറ്റിലോ ലയിക്കേണ്ടതാണ്. ദ ഓണർഷിപ്പ് ഷുഡ് ഗോ ടു ദം. ദെൻ ഹൗ ക്യാൻ ഇറ്റ് ബി ചേഞ്ച്ഡ് ഇൻ ആഫ്റ്റർ 1947 August 15? അത് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ തട്ടിപ്പാണ്. അത് പ്രൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിന് അന്വേഷണം നടത്തണ്ടേ? സിവിലായാലും ക്രിമിനൽ കേസായാലും ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് വെരിഫൈ ചെയ്ത് അത് ഫോർജ്ഡ് ഡോക്യുമെൻറ്റ്സ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഈ പറയുന്ന എല്ലാ സ്ഥലവും ഈ നാട്ടുകാർക്ക് അവകാശപ്പെട്ടതാണ്, ആർക്കും മറ്റാർക്കും പോകില്ല. അതിൽപ്പെട്ട ഒരു സ്ഥലമാണ് ഈ ചെറുവള്ളി എസ്റ്റേറ്റ്. കേരളത്തിൽ 4 ഇൻ്റർനാഷണൽ എയർപോർട്ടായി. ഈ 38,863 സ്ക്വയർ കിലോമീറ്റർ മാത്രം ഏരിയ ഉള്ള ഏകദേശം 600 കിലോമീറ്ററോളം നീളവും ശരാശരി ഏകദേശം 25 മുതൽ ഒരു 70 കിലോമീറ്റർ വരെ വീതിയുള്ള കേരളത്തിൽ ഇത്ര എയർപോർട്ടായി. കൊച്ചിന് ഈ പറയുന്ന നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഈ പറയുന്ന സ്ഥലങ്ങളിലേക്ക് എത്ര ദൂരമുണ്ട്? വാസ്തവത്തിൽ നമ്മൾ ഉണ്ടാക്കേണ്ടത് എന്താണ്? ബെറ്റർ റോഡ്സ്, ബെറ്റർ കണക്ടിവിറ്റി. എവിടെ ഉണ്ടാവും? സ്ഥലം വേണ്ടേ? ജനസംഖ്യാപരമായിട്ടോ ഭൂമിശാസ്ത്ര, അതായത് ഭൂവിസ്തൃതിയുടെ കാര്യത്തിലോ
ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമല്ല കേരളം, വളരെ ചെറിയ സംസ്ഥാനമാണ്. എന്നാൽ ഈ കേരളത്തിൽ അതായത് 640 കിലോമീറ്റർ മാത്രം നീളമുള്ള അല്ല ശംഖു, എനിക്ക് വിമാനത്താവളം അല്ല ആവശ്യം, എനിക്ക് അവിടെയുള്ള ഒരു ഡീംഡ് മെഡിക്കൽ കോളേജ് വേണം. 3 വർഷം കൊണ്ട് മെഡിക്കൽ എയ്ഡ് കിട്ടാതെ വഴിയിൽ മരിച്ചു വീണവർ ഏതാണ്ട് 18 പേരാണ്. നമ്മുടെ ചർച്ച വിമാനത്താവളത്തിനെ കുറിച്ചാണ്. അപ്പൊ വിമാനത്താവളത്തിന്റെ സാധ്യത, അതിന്റെ ആവശ്യകത ഞാനെതിരല്ല. ഈ 600 കിലോമീറ്റർ പിണറായി വിജയൻ തീരുമാനിച്ചപ്പോഴും ആദ്യം ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി സ്വാഗതം ചെയ്തതാണ്. പറയട്ടെ. ഈ 600 കിലോമീറ്റർ നീളമുള്ള കേരളത്തിൽ ഇപ്പൊ തന്നെ 4 അന്താരാഷ്ട്ര വിമാനം. ഇന്ത്യയിൽ വേറൊരു സംസ്ഥാനത്ത്, അതായത് ഇന്ത്യയുടെ IT അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റൽ ആയിട്ടുള്ള മഹാരാഷ്ട്രയിൽ 2 അന്താരാഷ്ട്ര വിമാനത്താവളമേ ഉള്ളൂ. അതല്ലെങ്കിൽ കർണാടകയിൽ, ആന്ധ്രാപ്രദേശിൽ ഓരോ വിമാനത്താവളങ്ങൾ വീതമേ ഉള്ളൂ. 4 അന്താരാഷ്ട്ര വിമാനത്താവളം. പിന്നെ കൊച്ചിയിലെ നേവൽ ബേസിൽ വിമാനം ഇറങ്ങാനുള്ള സൗകര്യമുണ്ട്. ചോദിക്കട്ടെ, ഇതിൽ എത്ര വിമാനത്താവളങ്ങൾ ലാഭത്തിലാണ്? നെടുമ്പാശ്ശേരി വിമാനത്താവളം മാത്രമേ കേരളത്തിൽ ലാഭത്തിലുള്ള വിമാനത്താവളം ഉള്ളൂ. അപ്പോഴാണ് ഇവിടെ പുതിയ വിമാനത്താവളം ഉണ്ടാക്കാൻ പറയുന്നത്. എന്താണ് ഇതിന്റെ ഫീസിബിലിറ്റി? പുതിയ വിമാനത്താവളം ലാഭകരമാക്കിക്കോളാം, എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. ഞാൻ പറയുന്ന നഷ്ടം ഞാൻ കൊടുത്തോളാം. നെടുമ്പാശ്ശേരി നഷ്ടത്തിലായി അദ്ദേഹം ഉത്തരവാദിയല്ല. എരുമേലി വിമാനത്താവളം നഷ്ടമാണെന്ന് തെളിയിച്ചാൽ ആ നഷ്ടം എത്ര വരുന്നു അത് എല്ലാ മാസവും പറഞ്ഞ് എരുമേലിയിൽ വിമാനത്താവളം ലാഭത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ ശബരിമലയിൽ 365 ദിവസവും തീർത്ഥാടനം ആളുകൾ അതൊക്കെ വെറും വൃത്തികേട് പറഞ്ഞുണ്ടാക്കുന്നതാണ്. ഈ ശബരിമലയിൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ഒരു ആവശ്യമില്ല. ഒരു യുവതിയുടെയും പ്രവേശനം പാടില്ല. ഞാൻ ഉറച്ച സ്റ്റാൻഡിനെ ഈ വിമാനത്താവളം ഉദ്ദേശിച്ചാണ് ശബരിമലയ്ക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നത്. ഞാൻ അതിന് മുമ്പ് തന്നെ ആറന്മുളയിൽ വിമാനത്താവളം ഉണ്ടാക്കാൻ ഒരു പദ്ധതി. ആറന്മുള വിമാനത്താവളം വേണമെന്ന് വെച്ചാൽ അതിനാണ് ഇപ്പൊ കുശുമ്പ്. ആറന്മുള എന്നെ കുഴപ്പം അല്ല, അവിടുത്തെ പാർത്ഥസാരഥി തമ്പുരാന്റെ നട്ടെല്ലും മുടിച്ചോണ്ട് വിമാനത്താവളം ഉണ്ടാവുമോ? അതുകൊണ്ട് അവിടെ വിമാനത്താവളം ഉണ്ടാകാതെ ചെറുവള്ളി എസ്റ്റേറ്റിൽ 2 ക്ഷേത്രങ്ങളുണ്ട്. വിമാനത്താവളത്തിനോട് എതിർപ്പില്ല, അത് ഉണ്ടാക്കുന്ന സ്ഥലത്തിനോട് എതിർപ്പില്ല. കുറച്ച് അങ്ങോട്ട് മാറ്റിയ കുഴപ്പമില്ല. എനിക്ക് വിമാനത്താവളത്തോടെ എതിർപ്പില്ല, വിമാനത്താവളം വേണമെന്ന് നിർബന്ധവുമില്ല, തീർന്നല്ലോ. പക്ഷെ അവിടെ ദേവസ്വം മെഡിക്കൽ കോളേജ് വേണം. ചുമ്മാ ഒരു കുറ്റം കണ്ടത് ഇത് വനം, ഒരു കുന്തവും ഇല്ല അവിടെ. വനം ഞാൻ പറയുന്നത് എങ്ങനെ ഉണ്ടാക്കണം? വിമാനത്താവള പദ്ധതി അടിസ്ഥാനപരമായ റിയൽ എസ്റ്റേറ്റ് പദ്ധതിയായിരുന്നു. ഇതെന്താണെന്ന് വെച്ചാൽ വിമാനത്താവളത്തിന്റെ പേരിൽ, വികസനത്തിന്റെ പേരിൽ ഭൂമി ഏറ്റെടുക്കുക. ഭൂമി ഏറ്റെടുത്തതിന് ശേഷം ഫീസിബിലിറ്റി സ്റ്റഡി നടത്തിയതിനു ശേഷം കേരളത്തിലെ വിമാനത്താവളങ്ങൾ മുഴുവൻ നഷ്ടത്തിലാണ്. അതുകൊണ്ട് ഇവിടെ ഒരു വിമാനത്താവളം വന്നാൽ അത് ലാഭകരമായി പ്രവർത്തിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് വിമാനത്താവളത്തിന്റെ പദ്ധതി ഡ്രോപ്പ് ചെയ്യുക. അതിനുശേഷം ഒരു എയർ സ്ട്രിപ്പ് മതി എന്നുള്ള കോംപ്രമൈസിലേക്ക് പോവുക. ബാക്കി സ്ഥലം പ്ലോട്ടായിട്ട് റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തുക. ഇതൊന്നും നടക്കല. നിങ്ങളുടെ തോന്നല. എൻ്റെ നിയമനത്തിലാണ് ഈ സംഭവം. എനിക്ക് ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായിയോട് വലിയ നന്ദിയുണ്ട്. വേറെ ഒരു കത്ത് ഞാനും ആൻഡ്രി രാജീവ് അബ്രാവ് MLA കൂടെയാണ് കത്ത് കൊടുത്തത്. ഞാൻ തന്നെയല്ല, മുഖ്യമന്ത്രി കൊടുത്തത്. ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല. ആ കാര്യത്തിൽ ഒരു വൃത്തികേടും അങ്ങനെ നടത്തിയിട്ടില്ല. ഒരു എസ്റ്റേറ്റും കള്ളക്കച്ചവടം ഇല്ല. ആ എസ്റ്റേറ്റ് വിമാനത്താവളം ഉണ്ടെങ്കിൽ എസ്റ്റേറ്റ് സ്ഥലം എടുക്കും. ഇപ്പോൾ പറഞ്ഞത് 500 ഏക്കറേ ഉള്ളൂ. ഞാൻ നേരെ തിരിച്ച് 1000 ഏക്കർ കൊണ്ടെന്ന് നിൽക്കുക. അതിനപ്പുറത്ത് ഒരു കാര്യമില്ല. കാരണം 6 കിലോമീറ്റർ നീളമുള്ള എരുമേലി ക്ഷേത്രത്തിന്റെ കൊടുക്കേണ്ട 100 ഏക്കർ കൊടുപ്പിച്ചാൽ അത് എവിടെ ഉണ്ടെന്ന് ഞാൻ എടുത്തു തരാം. നിങ്ങോട്ട് പോകാം, ഞാൻ തയ്യാറാണ്. അയ്യപ്പ ശരണം. ഈ നിർദ്ദിഷ്ട വിമാനത്താവളം അത് എരുമേലിയിലാവട്ടെ, ചെറുവള്ളിയിലാവട്ടെ, എവിടെയോ ആവട്ടെ, അത് ശബരിമലയ്ക്ക് ഗുണകരമാവുമോ ദോഷകരമാവും? ഈ പറഞ്ഞ ചർച്ച ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ശബരിമലയിൽ 365 ദിവസം ആളുകൾ വന്നാലേ ഇതിന് വയബിലിറ്റി ഉള്ളൂ എന്നുള്ള രീതിയിലും മറ്റ് വിമാനത്താവളങ്ങളെല്ലാം നഷ്ടത്തിലാണ് ഓടുന്നതെന്നുള്ള രീതിയിലും വരുമ്പോൾ, എന്ന് മാത്രമല്ല ഈ ചർച്ചകൾ ഈ വിഷയത്തിനൊപ്പം ക്ലബ് ചെയ്താണ് എപ്പോഴും പൊങ്ങി വരുന്നതെന്നുള്ളപ്പോൾ ഇതേ കാര്യം നമ്മൾ ശബരി റെയിൽപാത എന്നൊരു കാര്യത്തിന് വേണ്ടിയും കേട്ടിട്ടുള്ളത് കൊണ്ട് ന്യായമായും നമുക്ക് സംശയങ്ങളുണ്ടല്ലോ. എന്ന് മാത്രമല്ല, ഒരു പാവനമായ ഒരു സങ്കേതം, ശബരിമല തീർത്ഥാടനം പണ്ട് കാലത്ത് നടന്നിരുന്നത് പോലേക്ക് തിരിച്ചു പോകണം എന്നുള്ള ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. സ്വാമി അയ്യപ്പൻ റോഡും മറ്റു റോഡുകളെല്ലാം അടച്ച് കാനനപാത വഴി പോകുന്നവർ മാത്രം പോകട്ടെ, അതാണ് അയ്യപ്പൻ്റെ പാത. ഒരു അയ്യപ്പനായി മുദ്രമാല ധരിച്ചാൽ കാനനപാത വഴി പോയാൽ മതി എന്ന് ധരിക്കുന്ന ഒരാളാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് ക്ലേശിച്ച് ശബരിമലയിലേക്ക് യാത്ര ചെയ്യണം, അതാണ് അതിൻ്റെ ആ വ്രതത്തിൻ്റെ ഒരു പൂർണ്ണത, അതിലേക്ക് കിട്ടു എന്ന് ആലോചിക്കുന്നവർ. ഞാൻ ഫ്ലൈറ്റിൽ വന്നിറങ്ങി അവിടെ നിന്നൊരു റെഡിമെയ്ഡ് ഇത് വാങ്ങിച്ചു ശബരിമലയ്ക്ക് പോകുന്നു എന്നുള്ളതല്ല. സാറ് പറയുന്നത് ആ ശബരിമല തീർത്ഥാടകർക്ക് വേണ്ടിയേ അല്ല, മറ്റ് പ്രവാസികൾക്ക് വേണ്ടിയിട്ടാണ് വിമാനത്താവളം എന്നുള്ള നിലയിൽ. എങ്കിലും ഒരിക്കലും ചർച്ചയിൽ അങ്ങനെയല്ല വന്നിരിക്കുന്നത്. മറ്റ് ചർച്ചകളിലും ആളുകൾ ഇതിനു വേണ്ടി വാദിക്കുന്ന മറ്റു പലരും എല്ലാം പറഞ്ഞിരിക്കുന്നത് ശബരിമലയോട് കണക്ട് ചെയ്തിട്ടാണ്. ശബരിമലയിൽ ഞാൻ പറയുന്നത് ബസ്സുകൾ പോലും ആവശ്യമില്ല, ഈ പറഞ്ഞ ഡോലി ആവശ്യമില്ല. പോകാവുന്നവർ ബലിഷ്ഠകായരായി കാനനപാതയിൽ കൂടെ പോകാവുന്നവർ പോയാൽ മതി. ഇത് പ്രയാർ സാറ് ദേവസ്വത്തിലുണ്ടായിരുന്ന സമയത്ത്
വടക്കേ നട വഴി ഇരുമുടി ഇല്ലാത്ത ദർശനം നിർത്തലാക്കാമോ എന്ന് ചോദിച്ച് പല പ്രാവശ്യം ഫോൺ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. അതായത് ഈ VIP പ്രവേശനം എന്നുള്ളത് വടക്കേ നട വഴി ഇരുമുടി ഇല്ലാതെ പ്രവേശനം നിർത്തലാക്കാമോ എന്ന്. അപ്പം പഴയ അതായത് അയ്യപ്പനായി ആചരിച്ച് ആ കാനനത്തൂരിൽ അയ്യപ്പൻ നടന്നു പോയ ആ കാൽപാദങ്ങൾ പിന്തുടർന്ന് പോകുന്നവർ അവിടെ പോയാൽ മതിയെന്ന് ധരിക്കുന്ന ആളാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം വിമാനത്താവളം എന്നൊക്കെ കേൾക്കുമ്പോൾ ആ ഒരു അന്തരീക്ഷത്തിന് എന്തോ യോജിച്ചതല്ല. പക്ഷേ ഈ വിമാനത്താവളത്തോടൊപ്പം റെയിൽവേ സ്റ്റേഷൻ കൂടെ പറയണം. റെയിൽവേ സ്റ്റേഷൻ സത്യമാകാൻ പോവുകയാണ്. കാരണം വെച്ചാൽ റെയിൽവേ സ്റ്റേഷൻ എരുമേലി തന്നെ. എരുമേലിയിൽ നിന്ന് MES കോളേജിൽ പോകുന്ന ഒരു 3 കിലോമീറ്റർ അപ്പുറയാണ് റെയിൽവേ സ്റ്റേഷൻ സ്ഥലം കണ്ടെത്തി. നേരത്തെ 2000-ഓളം കുടുംബങ്ങൾ പോകുമായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഞങ്ങൾ വിശദമായിട്ട് ചർച്ച ചെയ്ത് റെയിൽവേ ഉദ്യോഗസ്ഥരുമായിട്ട് ആലോചിച്ചിട്ട് വെറും 7 വീട് മാത്രം പോകുന്ന റബ്ബർ എസ്റ്റേറ്റിനകത്തോട്ട് മാത്രം കണ്ടത്തിൽ പോകുന്ന ലൈൻ കണ്ടെത്തി. ലൈനിൻ്റെ വളരെ സ്പീഡിലുള്ള അലൈൻമെൻറ്റ് വർക്ക് അളവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 2 കൊല്ലത്തിനകം റെയിൽവേ സ്റ്റേഷനും ഒരു പ്രാവർത്തികമാക്കാൻ കഴിയുന്ന നിലയ്ക്ക് ആയിട്ടുണ്ട്. ശബരി റെയിൽവേ എത്ര കാലം കൊണ്ട് പറയുക, അതിനി എത്രയോ കാലം കൊണ്ട് 10-15 വർഷം കൊണ്ട് പറയുക. ഇപ്പോൾ എന്താ വെച്ചാൽ ശബരി റെയിൽവേ ഒരു ഇടയ്ക്ക് ഒരു തടസ്സം ഉണ്ടായി. പകുതി തുക സ്റ്റേറ്റ് ഗവൺമെൻറ് വഹിക്കണമെന്നായിരുന്നു. ഇപ്പോൾ മോദി ഗവൺമെൻറ് ഇപ്പോൾ പൂർണ്ണമായിട്ട് അവർ വഹിച്ചോളാം എന്ന് പറഞ്ഞു. അവർ തർക്കങ്ങളില്ലാതെ അഥവാ പകുതി വേണമെങ്കിൽ കൊടുക്കാൻ തയ്യാറാണെന്ന് പിണറായി മുഖ്യമന്ത്രി അക്കാര്യത്തിൽ ഉറച്ച നിലപാട് സ്വീകരിച്ചു. അതുകൊണ്ട് ശബരി റെയിൽവേ ഉണ്ടാകാൻ പോവുകയാണ്. വിമാനത്താവളത്തിൻ്റെ മറ്റേ തർക്കമൊന്നും വേണ്ട, എന്ത് വില കൊടുത്തും ഉണ്ടാവും. നിങ്ങളൊന്നും വെറുതെ പല്ല് കളയരുത്. പ്രവാസികൾക്ക് മാത്രമായിട്ടാണെങ്കിൽ 2 കാര്യങ്ങളാണുള്ളത്. എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴ് പ്രവാസികൾക്ക് അത്ര തടസ്സം കേരളത്തിൽ വരാനുണ്ടെന്ന്. ഉള്ള തടസ്സം എന്ന് പറയുന്നത് റോഡിൻ്റെയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കാരണം ശരിക്കും പറഞ്ഞാൽ നിയമപരമായിട്ട് എത്ര കിലോമീറ്റർ അകലം വേണം 2 എയർപോർട്ട്സ് തമ്മിൽ എന്നുള്ളത്. അന്ന് ആറന്മുളയ്ക്ക് തന്നെ ആ പ്രശ്നം ഉണ്ടായിരുന്നു. കൊച്ചിയായിട്ടും തിരുവനന്തപുരമായിട്ടും വരുന്ന സമയത്ത്. അപ്പോൾ ഇത് എല്ലായിടത്തും ബാധകമാണ്. അപ്പോൾ അതിനെ വയലേറ്റ് ചെയ്തിട്ട് ഇനിയൊരു പ്രത്യേകിച്ച് നമ്മുടെ ഗ്രീൻ ട്രൈബ്യൂണലൊക്കെ ഉള്ള സമയമായതുകൊണ്ട് പിന്നെ എമർജൻസി ആയിട്ട് പോകാനായിട്ടുള്ള സ്ട്രിപ്സ്, ചെറിയ സ്ട്രിപ്സ്, ചെറിയ ഫ്ലൈറ്റിന് പോകുന്നത്, ഇറ്റ്സ് നോട്ട് ഫോർ എ ബിഗ് ഫ്ലൈറ്റ്, അത് ഉണ്ടാകുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അടുത്ത സർഗം അടുത്ത ദിവസം ഇതേ സമയം.